നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പനിയിൽ വിറങ്ങലിച്ച ജില്ല. കാലവർഷത്തോടൊപ്പം ജില്ലയിൽ പനിനിരക്കിൽ വൻ വർധന. ബാങ്കുകളുടെ ലയനം. പ്രതിഷേധം ശക്തമാവുന്നു. ബൈക്ക് റാലിയുമായി ജീവനക്കാർ. സഹകരണ ബാങ്കുകളിൽ കർശന പരിശോധന. പരിശോധന നടത്തുന്നത് സഹകരണ വകുപ്പിന്റെ പ്രത്യേക സംഘം. ഖാസി സമരത്തിന് ജനപിന്തുണയേറുന്നു. പിന്തുണയുമായി SKSSF നേതാക്കൾ സമരപന്തലിൽ. ബാലഗോകുലം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മൂകാംബിക ആർട്സ് ക്ലബ്. കേളുകുട്ടയിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. ഒഴിവായത് വൻ ദുരന്തം. വിട്ടുവീഴ്ച മനോഭാവം നാട്ടിൽ അസഹിഷ്ണുത സൃഷ്ടിക്കുമെന്ന് കബീർ ഫൈസി. റംസാൻ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരവസരമാണെന്നും കബീർ ഫൈസി. വാർത്തകൾ വിശദമായി. ജില്ലയിലെ മലയോര മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപകമാവുന്നു. 40ഓളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ജില്ലയിൽ ഇത്തവണ ഡെങ്കിപ്പനി വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. ഇത്തവണ ഇതുവരെ ഡെങ്കിപ്പനി ലക്ഷണമുള്ള 209 പേരെ കണ്ടെത്തിയതായി മഴക്കാലപൂർവ്വ രോഗ ശുചീകരണ യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ AP ദിനേശ് കുമാർ അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് വരെ 14 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഈ വർഷം 32 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മലയോര മേഖലയിലാണ് ഡെങ്കിപ്പനി കൂടുതലായി വ്യാപിക്കുന്നത്. ജില്ലയിൽ 47 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാർഡ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുകയും ചെയ്താൽ കൊതുക് നിർമ്മാർജ്ജനം എളുപ്പമാകും. ജില്ലയിൽ മീഞ്ച, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തുകൾ ഒഴികെ മറ്റെല്ലായിടത്തും രോഗം കണ്ടെത്തിയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെ ഈ വർഷം 47 പേർക്ക് മലേറിയ പിടിപെട്ടു. മെയ് മാസത്തിൽ മാത്രം 5 പേർക്ക് മലേറിയ പിടിപെട്ടു. SBTയെ SBIയിൽ ലയിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാരുടെ ബൈക്ക് റാലിക്ക് തുടക്കമായി. SBT എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിക്കുന്നത്. കേരളം ആസ്ഥാനമായുള്ള ഏക പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഈ ബാങ്കിനെ SBIയിൽ ലയിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് നടത്തിയ ബൈക്ക് റാലി മന്ത്രി E ചന്ദ്രശേഖരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബാങ്ക് എന്ന് പറയുന്ന ഒരു കൂട്ടം സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന പഴയ ധാരണകളെയെല്ലാം മാറ്റിമറിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി ആ ബാങ്ക് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളെ അവർക്ക് കൂടി അനുഭവിക്കാനും കഴിയത്തക്ക വിധത്തിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതാണ് ബാങ്ക് ദേശവൽക്കരണത്തെ. ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ നമ്മുടെ ബാങ്കിൻ്റെ ശാഖകൾ ഉണ്ടാവുകയും കൃഷിക്കാർക്കും സാധാരണക്കാർക്കും തൊഴിൽ രഹിതർക്കും പുതിയ വ്യവസായ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധികൾക്കുമെല്ലാം അത് നൽകിയിട്ടുള്ള ആവേശം വളരെ വലുതാണ്, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള സഹായം വിലപ്പെട്ടത്. SBT എംപ്ലോയീസ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് അനിയൽ മാത്യു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KS കൃഷ്ണ, NA നെല്ലിക്കുന്ന് MLA, AITUC നേതാവ് KV കൃഷ്ണൻ, AITUC ജില്ലാ ജനറൽ സെക്രട്ടറി A ഷാഹുൽ ഹമീദ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, R ചന്ദ്രശേഖരൻ, E ഉമേശൻ, EV മോഹനൻ, KV ഗംഗാധരൻ, BK പ്രദീപ്, NK സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ബൈക്ക് റാലി പാറശാലയിലാണ് സമാപിക്കുക. ജില്ലയിൽ സ്വർണ്ണപ്പണയമെടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ പരിശോധന നടത്തും. സഹകരണ വകുപ്പിന്റെ പ്രത്യേക സംഘമാണ് പരിശോധന നടത്തുക. സഹകരണ വകുപ്പ് ചുമതലപ്പെടുത്തിയ 85 അംഗമാണ് പരിശോധന നടത്തുക. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ കോടികളുടെ മുക്കുപണ്ട പണയ തട്ടിപ്പിനെ തുടർന്നാണ് ജില്ലയിലെ മറ്റു സഹകരണ ബാങ്കുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചത്. പരിശോധന 10 ദിവസത്തിനകം പൂർത്തിയാക്കും. ജില്ലയിലെ 63 സർവീസ് സഹകരണ ബാങ്കുകളിലും അതിന്റെ ശാഖകളിലും പണയ സ്വർണം പരിശോധിച്ച് ഉറപ്പുവരുത്തും. ഇതോടൊപ്പം എംപ്ലോയീസ് സംഘങ്ങൾ, അർബൻ സൊസൈറ്റികൾ, ക്ഷേമ സംഘങ്ങൾ, വനിതാ സംഘങ്ങൾ തുടങ്ങി സ്വർണ്ണപ്പണയ ഇടപാടുകൾ നടത്തുന്ന എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും പരിശോധന നടത്തും. 4 മുതൽ 5 പേരടങ്ങുന്ന സംഘങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്ക് പോകുക. ഇതിൽ തന്നെ 2 അതിലധികമോ അപ്രൈസർമാരുണ്ടാകും. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ അപ്രൈസർ മുഖേനയാണ് തട്ടിപ്പ് നടന്നത്. അതിനാൽ പരിശോധനയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താനാണ് ഒന്നിലധികം അപ്രൈസർമാരെ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. ഏകദേശം ഒരു 4 കോടിയിലധികം രൂപയുടെ വ്യാജമായിട്ടുള്ള മുക്കുപണ്ടം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള സൂത്രധാരൻ എന്ന് പറയുമ്പോൾ
നമുക്ക് ഈ ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള അപ്രൈസറും ഈവനിംഗ് ബ്രാഞ്ചിലെ മാനേജറുമാണെന്നാണ് നമ്മുടെ പ്രാഥമിക നിഗമനം. അവർ മറ്റ് പല ഇടപാടുകാരെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു 10-60ഓളം വരുന്ന ആൾക്കാർ ഇതിൽ ചെയിൻ ചെയ്യാനായിട്ട് പല രീതിയിലും പല സമയങ്ങളിലായി ലാസ്റ്റ് ഏകദേശം 3 വർഷത്തോളമായിട്ട് പല ആൾക്കാരുടെയും പേരിൽ ഗോൾഡ് ലോണിൻ്റെ പണയം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. വ്യാജ സ്വർണ്ണ പണയത്തിനുമേൽ സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും നഷ്ടം സംഭവിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുകയാണ് പരിശോധനയിലൂടെ സഹകരണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഖാസി സമരത്തിന് ഐക്യദാർഢ്യവുമായി SKSSF സംസ്ഥാന നേതാക്കൾ സമരപന്തലിലെത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അനിശ്ചിതകാല സമരം നടന്നുവരുന്നത്. ഖാസി CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജനകീയ സമരം 45ാം ദിവസത്തിലേക്ക് കടന്നു. CM ഉസ്താദിന്റെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ സമരത്തിന് പിന്തുണയുമായി സമരപന്തലിൽ എത്തുന്നുണ്ട്. തിങ്കളാഴ്ച SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമരപന്തൽ സന്ദർശിച്ചു. 6 വർഷമായി ബഹുമാനപ്പെട്ട കേരളങ്ങളുടെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതൻ കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട CM അബ്ദുള്ള മുസ്ലിയാർ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ കൊലപാതകം അത് ലോക്കൽ പോലീസ് അന്വേഷിക്കുകയും അത് ആത്മഹത്യയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യാൻ ആദ്യം ഉണ്ടായിരുന്നത്. CBI ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CBI ഏറ്റെടുക്കുകയും CBI ലോക്കൽ പോലീസിന്റെ ആ അന്വേഷണ റിപ്പോർട്ട് തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് വേറെ കൂടുതലൊന്നും തന്നെ അന്വേഷിക്കാതെ അത് ആത്മഹത്യയായി ചിത്രീകരിക്കുന്ന പ്രവണതയാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. സമസ്തയുടെയും SKSSFന്റെയും ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മൂകാംബിക ബാലഗോകുലത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മൂകാംബിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഞായറാഴ്ച കാളിയക്കാട് മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ KCN ചാനൽ ഡയറക്ടർ ലോകേഷ് മീപ്പുഗിരി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ನಮಗೆ ಈ ಪುಸ್ತಕದಲ್ಲಿ ಪ್ರೀತಿಯನ್ನು ನೀವು ಪುಸ್ತಕದ ಮೇಲೆ ಪ್ರೀತಿಯನ್ನು ಕೊಟ್ಟು ಒಳ್ಳೆಯ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಕಲಿತು ಒಳ್ಳೆಯ ಉದ್ಯೋಗದಲ್ಲಿ ಆಕಾಶ್ ಹರ್ಷಿನಿ ರಿತೇಶ್ 4ನೇ ಕ್ಲಾಸ್ ಪ್ರಜಿತ್ 3ನೇ ಕ್ಲಾಸ್ ದೇವಿಕಾ ಆದಿತ್ಯ 3ನೇ ಕ್ಲಾಸ್ ಆದರ್ಶ ವಂದನ. മൂകാംബിക ബാലഗോകുലത്തിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ മാലിംഗപാത്രി, ഭാസ്കര എന്നിവർ സംസാരിച്ചു. കേളുകുടയിൽ സ്കൂൾ ബസ് കേബിൾ കുഴിയിലേക്ക് ചെരിഞ്ഞു. നിറയെ സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്നു ബസ്. റോഡിൽ കേബിളിനായി കുഴിച്ച കുഴികൾ ശരിയാവണ്ണം മണ്ണിട്ട് മൂടാത്തതാണ് അപകടത്തിന് കാരണമായത്. കേളുകുടെ സബ്സ്റ്റേഷനിലേക്കുള്ള റോഡിലാണ് സ്കൂൾ ബസ് കേബിൾ കുഴിയിലേക്ക് ചെരിഞ്ഞത്. കരാറുകാരൻ പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിക്കാത്തതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. 200ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. KSEBയുടെ അനാസ്ഥയാണ് റോഡിലെ കുഴികൾ നികത്താതെ കിടക്കുവാൻ കാരണം. 2 ആഴ്ചകൾക്ക് മുമ്പ് റോഡിലെ കുഴികൾ മൂടാമെന്ന് പറഞ്ഞുവെങ്കിലും അധികൃതർ കണ്ഠഭാവം നടിക്കുന്നില്ല. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ നടന്നേക്കാം. ഇത് കേളുകുടെ സബ്സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള റോഡിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് പണി തുടങ്ങിയത്. ഏകദേശം 4 മാസം മുമ്പ് ഞങ്ങളടുത്ത് പറഞ്ഞത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതായിരുന്നു. പക്ഷെ അതിന് ശേഷം പണി തുടങ്ങിയിട്ട് കോൺട്രാക്ടർ വന്നിട്ട് ഈ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസമായി. 4 മാസത്തിൻ്റെ ഇടയിൽ പല സ്ഥലത്തും ഈ കുഴി കുത്തിയിട്ട് പോകുന്നല്ലാതെ അതിന് വേണ്ട സംവിധാനം ഈ ഏകദേശം ഒരു 200ഓളം വീടുള്ള ഏരിയ ആണിത്. വീടിന് പോകുന്നുള്ള കുട്ടികൾക്കോ മറ്റുള്ളവർക്കും നടന്നു പോകാനുള്ള സംവിധാനം വരെ ഇല്ല. ഇപ്പോൾ കാണുന്നുള്ളത് ഒരു ബസ് രാവിലെ കുട്ടികളായിട്ട് പോകുമ്പം ചെരിഞ്ഞത് ഈ കുഴിയിൽ വീണിട്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ്. ചെറിയൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഇനി അങ്ങോട്ടേക്കുള്ള മഴ വരുന്ന സമയത്തേനും കുറച്ചും കൂടി ബുദ്ധിമുട്ടുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നില്ല. അപകടം മുന്നിൽ കണ്ട് നടപടിയെടുക്കാതെ എന്തെങ്കിലും സംഭവിച്ച ശേഷം പരിതപിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ന്യൂസ് ഡെസ്ക് KCN. ഇനി പുണ്യം തേടി.
മനോഭാവത്തിൽ കുറവ് വരുമ്പോഴാണ് അസഹിഷ്ണുത സൃഷ്ടിക്കുന്നതെന്ന് മതപണ്ഡിതൻ കബീർ ഫൈസി ചെറുകോട് കാഞ്ഞങ്ങാട് നടന്ന റംസാൻ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബകലഹങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും മതസ്പർദ്ധയും ഇല്ലാതാകുന്നത് വിട്ടുവീഴ്ച കാണിക്കുമ്പോഴാണെന്ന് കബീർ ഫൈസി ചെറുകോട് പറഞ്ഞു. കാഞ്ഞങ്ങാട് വിജ്ഞാനവേദി സംഘടിപ്പിച്ച റംസാൻ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഒരു വലിയ സംഭവമാണ്. ഇന്ന് ഇഷ്ടംപോലെ ഉണ്ട്. അന്നിപ്പോ ഒരു 10-27 വർഷം എന്നൊക്കെ പറഞ്ഞാൽ 10-30 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് 15ാമത്തെ വയസ്സായിട്ടുണ്ടാവാം. അന്ന് ഗൾഫൊന്നും ഒരു പക്ഷെ ഉണ്ടായിക്കോണമെന്നില്ല, ഒരു വലിയ രീതിയിലുള്ള ഗൾഫൊന്നും ഉണ്ടാവുന്നില്ല. അന്ന് ഇവിടുത്തെ സജീവമായ ഒരു പ്രവർത്തന മേഖലയായിരുന്നു ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയ. കാരണം കാഞ്ഞങ്ങാടിന്റെ എല്ലാ സുൽത്താൻമാരുടെയും ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ ഈ വിജ്ഞാനവേദി എന്ന് ഞാൻ മനസ്സിലാക്കിയ. സംഘടനക്ക് അതീതമായ രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഇത് അധിക പ്രദേശങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും ഒരുമിച്ച് ഓടിയിട്ട് കാര്യങ്ങളൊന്ന് പറയാൻ, ആ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി പറ്റിയ സദസ്സ് വിരളമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ദർശനങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KV അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷനായി. NA ഖാലിദ്, A ഹമീദ് ഹാജി, T മുഹമ്മദ് അസ്ലാം തുടങ്ങിയവർ സംസാരിച്ചു. SYS അരിമല ശാഖയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട 3000-ഓളം കുടുംബങ്ങൾക്കാണ് റംസാൻ റിലീഫായി കിറ്റ് നൽകിയത്. മഞ്ചേശ്വരം കടമ്പ സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടി SYS ജില്ലാ പ്രസിഡന്റ് PS ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാൻ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. ഒരുപാട് റമദാൻ അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള മാസങ്ങളിലോ ദിവസങ്ങളിലോ ഇല്ലാത്ത അതിനേക്കാൾ കൂടുതലായി പ്രതിഫലം നൽകുന്ന പരിശുദ്ധമായ റമദാൻ മാസം. അതുകൊണ്ടാണ് പരിശുദ്ധമായ റമദാൻ മാസം വിളവെടുപ്പ് മാസം എന്ന് പറയുന്നത്. പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. സത്യവിശ്വാസികൾക്ക് ബോണസായി കിട്ടുന്ന ഒരു മാസമാണ് റംസാൻ. ജീവിതത്തിൽ പാപകർമ്മങ്ങൾ ചെയ്തവർക്ക് പശ്ചാത്താപം ചെയ്യാനുള്ളതാണ് റംസാൻ മാസമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ആറ്റക്കോയ തങ്ങൾ വ്യക്തമാക്കി. KP ഹുസൈൻ ഫഹദി മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യാതിഥികളായി ഹസൻ സഖാഫി മയ്യ, മുഹമ്മദ് സഖാഫി, സൂഫി മദനി, ബഷീർ മാസ്റ്റർ പുളിക്കൽ, അബ്ദുൾ റഹ്മാൻ ഫഹദി തുടങ്ങിയവർ പങ്കെടുത്തു. റഹീം അരിമല, ലത്തീഫ് ബനാന, മുസ്തഫ M കടമ്പാർ, ഖലീൽ അസീസ് എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തി ഒരാഴ്ചക്കകം ആരംഭിക്കും. 3 മാസത്തേക്ക് ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് നവീകരണ പ്രവൃത്തി നടത്താനാണ് തീരുമാനം. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. പ്രവൃത്തിക്കായി ബസ് സ്റ്റാൻഡ് 3 മാസം അടച്ചിടും. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനെ ഹൈടെക് ആക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്. 85 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണം നടത്തുക. പൂർണ്ണമായും കോൺക്രീറ്റിലാണ് നിർമ്മാണ പ്രവൃത്തി. ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് ഡ്രൈനേജ് നിർമ്മിക്കും. തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. മെറ്റീരിയൽ റിപ്പോർട്ട് പരിശോധിച്ച കണ്ണൂർ ലാബിൽ നിന്നും അനുമതി കിട്ടുന്നതോടെ പ്രവൃത്തി ആരംഭിക്കും. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടാൽ ഗതാഗതത്തിനും യാത്രാ സൗകര്യത്തിനും തടസ്സമാകാത്ത വിധത്തിൽ സൗകര്യമൊരുക്കും. ഒരാഴ്ചക്കകം പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പറഞ്ഞു. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവൃത്തി ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ തന്നെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു കഴിഞ്ഞു. ടെൻഡർ നടപടിയിലേക്ക് പോയി ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് വരെ പ്രസ്തുത നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കുന്നതിനാവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാലതാമസം ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടവന്നിട്ടുള്ളത്. നിറയെ കുഴികൾ നിറഞ്ഞു കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ കടുത്ത ദുരിതമാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് നേരത്തെ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും സാങ്കേതിക കുരുക്കിൽപ്പെട്ട് നീളുകയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതോടെ നവീകരണ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബദിയടുക്കയിൽ നിർത്തിയിട്ട വാഹനത്തിന് മുകളിലേക്ക് മരം പൊട്ടിവീണു. ടെമ്പോ സ്റ്റാൻഡിന് സമീപമുള്ള ആൽമരത്തിന്റെ കൊമ്പാണ് പൊട്ടിവീണത്. ബദിയടുക്ക ടെമ്പോ സ്റ്റാൻഡിന് സമീപമുള്ള ആൽമരത്തിന്റെ സമീപത്തായിരുന്നു പിക്കപ്പ് വാൻ നിർത്തിയിട്ടിരുന്നത്. ഇതിന് തൊട്ടടുത്ത് മറ്റൊരു പിക്കപ്പ് വാൻ ഉണ്ടായിരുന്നെങ്കിലും അതിന് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചില്ല. വൈദ്യുതി ലൈനിൽ തട്ടിയാണ് കൊമ്പ് പൊട്ടിവീണത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലെ വൈദ്യുതി വിതരണം മുടങ്ങിയിരുന്നു.
അന്നടുക്കയിലെ ബി അബൂബക്കറുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാൻ. ഡ്രൈവർ നെക്രാജയിലെ അഹമ്മദ് അപകട സമയത്ത് വണ്ടിയിലുണ്ടായിരുന്നു. അഹമ്മദ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ കംപ്ലൈൻറ്റ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി. നമ്മളെ ഈ മരം മുറിച്ചിട്ട് ഒന്ന് മാറ്റണമെന്നിട്ട് പഞ്ചായത്തുകാരോട് പറഞ്ഞു. അന്നേരം അവർ നമ്മൾ ഈ ചാനൽക്കാരോട് പറഞ്ഞു. ആ സമയത്തിന് ഇവർ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ് പിന്നെ കറണ്ട് ഓഫീസിൽ ഒരു ബില്ല് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഒരു 5 വണ്ടി ഞായറാഴ്ച വണ്ടി വരൽ കുറവ്. സാധാരണ ഇപ്പോൾ ഒരു മഴക്കാലമായതുകൊണ്ട് ആൾക്കാർക്ക് ചെറിയ വിറകിൻ്റെ എല്ലാം കാര്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു 5 വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 വണ്ടി നല്ലോണം പൊടിയായിപ്പോയി. 3 വണ്ടിക്ക് ചെറിയ നിസ്സാരമായിട്ട് അങ്ങേക്കും മാറിപ്പോയി. ഒരു 2-3 പെണ്ണുങ്ങൾ നടന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ പോകുന്ന പെണ്ണുങ്ങൾ ഓടിയിട്ട് രക്ഷപ്പെട്ടോണ്ടാണ്. ഇല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ എന്തായാലും ഈ മരത്തിൻ്റെ അടിയിലായിരുന്നു. ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇതിനൊന്നും ഉപകാരം ഇവർ ചെയ്തിട്ടില്ല നമുക്ക് വേണ്ടിയിട്ട്. ബാക്കിയുള്ള നിങ്ങൾ നോക്കും, ഏത് സമയത്തും പോകും. മരം കുത്തിയാൽ നമ്മളെ കേസെടുത്ത് നമുക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാകുന്നുള്ളൂ. അതിന് നിയമതടസ്സം ഒഴിവാകുന്ന രീതിയിൽ കണ്ടാൽ ശരിയായാലും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. മുണ്ടിയത്തടുക്ക റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതം. അധികൃതർ അവഗണിക്കുകയാണെന്ന് നാട്ടുകാർ. ഇതുവഴി 9ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഒരു വാഹനം ഇതുവഴി കടന്നു പോകുമ്പോൾ കാൽനട യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് കടന്നു പോവുക പ്രയാസകരമായി തീർന്നിരിക്കുകയാണ്. കളക്ട്രേറ്റിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെയാണ്. ഈ റോഡിന്റെ ഇരുഭാഗത്തും വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാത്തതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. 5 വർഷമായി ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിട്ട്. ഫണ്ട് പാസ്സായിട്ട് 6 മാസത്തോളമായി. എന്നാൽ ആരും ടെൻഡർ എടുക്കാത്തതാണ് റോഡ് പണി വൈകാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ആൾക്കാരും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന് പറയുമെങ്കിലും അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നതാണ് വാസ്തവം. 5 വർഷത്തിന് മേലെയായി റോഡ് റിപ്പയർ ഒന്ന് തൊടുവാനും ചെയ്യാൻ വരാത്തത്. ഇതിപ്പോൾ ഈ റിപ്പയറിന് പൈസ പാസ്സായിട്ട് അവർ ഈ വേനൽക്കാലത്തിന് മുമ്പ് ഒന്നും ചെയ്തില്ല. കലക്ട്രേറ്റിൽ നിന്ന് നേരെ വരുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെല്ലാവരും റോഡ് നിർത്തിയിട്ടാണ് വെള്ളം റോഡിലെ കുടിച്ചാൽ വെള്ളം ഒഴുകുന്നത്. അതുവരെ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. പറഞ്ഞാൽ ചെയ്യുക. ഇലക്ഷൻ ചെയ്യാനാകുമ്പോൾ ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇവിടെ വരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഒരാളോട് തിരിഞ്ഞു നോക്കലില്ല. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് വാഴുന്നോറടിയിൽ സ്വീകരണം നൽകി. LDF പുതുക്കൈ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മന്ത്രിയായതിനു ശേഷം ആദ്യമായി വാഴുന്നോറടിയിലെത്തിയ മന്ത്രി ഇ ചന്ദ്രശേഖരന് ആവേശജലമായ വരവേൽപ്പാണ് ലഭിച്ചത്. വാഴുന്നോറടി ജംഗ്ഷനിൽ മന്ത്രിയെ സ്വീകരിച്ച് സ്വീകരണവേദിയായ ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലേക്ക് മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് LDF പ്രവർത്തകർ ആനയിച്ചത്. സ്വീകരണ യോഗത്തിൽ M നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഒരു മന്ത്രി എന്ന നിലയിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തന്റേതായ കടമ നിർവഹിക്കുമെന്ന് ഉറപ്പു നൽകിയും സ്വീകരണത്തിന് നന്ദി പറഞ്ഞും മന്ത്രി ചന്ദ്രശേഖരൻ സംസാരിച്ചു. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നതിന്റെ ഒരു തുടക്കം കുറിക്കലായിരുന്നു അതിന്റെ ആദ്യ യോഗത്തിലെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ. അങ്ങനെയാണ് പാവങ്ങളായ നമ്മുടെ സമൂഹത്തിൽ പെൻഷൻ കിട്ടി കഴിയുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് 50 ലക്ഷത്തിൽ പേരെ വരുമ്പോൾ അവർക്ക് ജൂൺ മാസം 1-ാം തീയതി മുതൽ 1000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാനെടുത്ത തീരുമാനം. ബംഗളം P കുഞ്ഞികൃഷ്ണൻ, P അപ്പുക്കുട്ടൻ, PV രമേശൻ, TK രവി, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, P നാരായണൻ, ജ്യോതി ബാബു, A ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് മലയോര ഗ്രാമങ്ങളിൽ ഗംഭീര സ്വീകരണം. LDFന്റെ നേതൃത്വത്തിൽ കാലിച്ചാനടുക്കത്ത് മന്ത്രിക്ക് സ്വീകരണം നൽകി. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് കാലിച്ചാനടുക്കത്ത് ആവേശോജ്വലമായ സ്വീകരണം നൽകി. LDFന്റെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം TK രവി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയും കോൺഗ്രസും പറഞ്ഞത് ഈ ഭരണം തുടരണമെന്നാണ്. UDF തുടരണം, കേരളം വളരണം. BJP പറഞ്ഞത് കേരളം വഴിമുട്ടി, വഴി കാട്ടാൻ BJP എന്നാണ്. LDF പറഞ്ഞത് ഈ സംസ്ഥാനത്തിൽ ഇടതുപക്ഷം വരും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ്. ഇതിൽ നമ്മുടെ നാട്ടിലെ കേരളീയ ജനത നേരിൻ്റെ പക്ഷത്തുമാണ്, സത്യത്തിൻ്റെ പക്ഷത്തുമാണ്.
ധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന്. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കപ്പിൽ, M കുമാരൻ, ബാനം കൃഷ്ണൻ, KS കുര്യാക്കോസ്, ജ്യോതി ബസു, TV ജയചന്ദ്രൻ, രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന് ചെറുവത്തൂർ ഒരുങ്ങുന്നു. 27-28 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിന് സംഘാടക സമിതിയായി. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം VP ജാനകി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ മൊത്തം ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടം ശക്തിപ്പെടുത്താൻ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ പുരോഗതിയും നാം നേടിയെടുത്ത നേട്ടങ്ങളൊക്കെ തന്നെ അവർക്ക് ആവേശം പകരുന്നതാണ്. ആ നിലയിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമെന്നുള്ള നിലയിൽ ജനങ്ങളുടെ ശക്തിയും അവരുടെ ഐക്യവും ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവർഗത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാത്രമേ അത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയൂ. PC സുബൈദ അധ്യക്ഷയായി. CPIM ഏരിയ സെക്രട്ടറി KP വത്സലൻ, K കണ്ണൻ, മാധവൻ മണിയറ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, K മുരളി, M ശാന്ത എന്നിവർ സംസാരിച്ചു. V ചന്ദ്രൻ ചെയർമാനും M ശാന്ത കൺവീനറുമായുള്ളതാണ് സംഘാടക സമിതി. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസിന്റെ വിചാരണ ജൂൺ 15-ന് ആരംഭിക്കും. കാസർഗോഡ് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ നടക്കുക. ചെറുവത്തൂർ വിജയ ബാങ്ക് ശാഖയിൽ 2015 സെപ്റ്റംബർ 28-നാണ് കവർച്ച നടന്നത്. 20 കിലോ സ്വർണവും 3 ലക്ഷം രൂപയുമാണ് കവർച്ച ചെയ്തത്. നീലേശ്വരം CI ആയിരുന്ന KE പ്രേമചന്ദ്രനാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 7 പ്രതികളും 130 സാക്ഷികളുമാണുള്ളത്. മടിക്കേരിയിലെ സുലൈമാൻ, ബളാലിലെ അബ്ദുൽ ലത്തീഫ്, ബല്ലാകടപ്പുറത്തെ മുബഷീർ, ഇടുക്കിയിലെ മുരളി, ചെങ്കളയിലെ മനാഫ്, കുശാൽ നഗറിലെ അഷ്റഫ്, മടിക്കേരിയിലെ അബ്ദുൽ ഖാദർ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവരിൽ നിന്നും 18 കിലോ സ്വർണം കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം അതിവിദഗ്ധമായാണ് ഈ കേസിലെ പ്രതികളെ പിടികൂടിയത്. ഒരിക്കൽ പോലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടുന്നതെല്ലാം കവർച്ചക്കാർ ആസൂത്രണം ചെയ്തിരുന്നു. തൊട്ടടുത്ത ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്കിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കവർച്ചക്കാരെ പിടികൂടാൻ സഹായകരമായത്. കേസിന്റെ ഒരു ഘട്ടത്തിലും പ്രതികളെ കണ്ടെത്താനുള്ള സൂചനകളൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് CCTV ദൃശ്യം തുണയായത്. കുഡ്ലു സഹകരണ ബാങ്കിന്റെ എരിയാൽ ശാഖ കൊള്ളയടിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വിജയ ബാങ്ക് കവർച്ച നടന്നത്. പനിയിൽ വിറങ്ങലിച്ച ജില്ല. കാലവർഷത്തോടൊപ്പം ജില്ലയിൽ പനിനിരക്കിൽ വൻ വർധന. ബാങ്കുകളുടെ ലയനം, പ്രതിഷേധം ശക്തമാവുന്നു. ബൈക്ക് റാലിയുമായി ജീവനക്കാർ. സഹകരണ ബാങ്കുകളിൽ കർശന പരിശോധന നടത്തുന്നത് സഹകരണ വകുപ്പിന്റെ പ്രത്യേക സംഘം. ഖാസി സമരത്തിന് ജനപിന്തുണയേറുന്നു. പിന്തുണയുമായി SKSSF നേതാക്കൾ സമരപന്തലിൽ. ബാലഗോകുലം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മൂകാംബിക ആർട്സ് ക്ലബ്. കേളുകുട്ടയിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. ഒഴിവായത് വൻ ദുരന്തം. വിട്ടുവീഴ്ച മനോഭാവം നാട്ടിൽ അസഹിഷ്ണുത സൃഷ്ടിക്കുമെന്ന് കബീർ ഫൈസി. റംസാൻ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരവസരമാണെന്നും കബീർ ഫൈസി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.